പ്രസിദ്ധ സാഹിത്യകാരൻ കാക്കനാടന്റെ പ്രശസ്ത നോവൽ റോദയിൽ ഇങ്ങനെ പറയുന്നു: അന്ന് ചെമ്പേരിക്ക് മുഖമുണ്ടായിരുന്നില്ല. ചെമ്പേരി കാട്ടിലേക്കുള്ള കവാടമായിരുന്നു. ദൈവങ്ങൾ പോലും ഇങ്ങോട്ട് കടന്നുവരാൻ ഭയപ്പെട്ടിരുന്നു. ഭയം മാത്രം മനസ്സെന്ന ആവനാഴിയിൽ നിറച്ചിരുന്ന കാലം. ക്രമേണ ഈ മണ്ണിലെ മനുഷ്യർ ധീരരായിത്തീർന്നു. ഇത് ചെമ്പേരി. ധീരരായ മനുഷ്യർ കുടിയേറ്റത്തിന്റെ ദുരാനുഭവങ്ങളിലൂടെ കാട് ചവിട്ടി നാടാക്കിയ ഇന്നത്തെ ചെമ്പേരിക്കാർ വസിക്കുന്ന ഭൂമി. ദേവാലയത്തിലേക്കുള്ള യാത്ര ഇന്ന് എന്നെ എത്തിച്ചിരിക്കുന്നത് ഇവിടെ ചെമ്പേരി. ചെമ്പേരിക്കവല സാധാരണ ജനജീവിതത്തിന്റെ സജീവതയിൽ നിറഞ്ഞു നിൽക്കുന്നു. ഓരോ നിമിഷവും മുന്നോട്ടുള്ള യാത്രയുടെ വ്യഗ്രതയിലാണ് ഓരോരുത്തരും. യാത്രകൾ മനുഷ്യജീവിതത്തിന്റെ ഭാഗം, ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്ര കൂടി. ടൗൺ മധ്യത്തിൽ ഒരു പ്രകാശഗോപുരം പോലെ ഉയർന്നു നിൽക്കുന്ന പരിശുദ്ധ മാതാവിന്റെ ചെമ്പേരി കപ്പേള. കവലയിൽ നിന്നുള്ള ദൂരക്കാഴ്ചയിൽ ഉയർന്നു നിൽക്കുന്ന ദേവാലയം കാണാം. തലശ്ശേരി അതിരൂപതയിലെ പ്രധാന ഫൊറോനകളിലൊന്നായ പരിശുദ്ധ ലൂർദ് മാതാ ഫൊറോന ദേവാലയം. പ്രധാന റോഡിനോട് ചേർന്നുള്ള കവാടം, മാതാവിന്റെ രൂപം, ദേവാലയത്തിന്റെ മുഖവാരം ഒരു കാഴ്ച. സമതലമല്ലാത്ത പ്രദേശത്തിന്റെ പ്രത്യേകതകൾ കൂടി ഉൾക്കൊണ്ടാണ് പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. നിരവധിയായ പടിക്കെട്ടുകൾ കാഴ്ചയുടെ മനോഹാരിത കൂടുതൽ മികവുറ്റതാക്കുന്നു. പടിക്കെട്ടിന് വലതുവശത്തായി സ്ഥാപിച്ചിട്ടുള്ള കാഴ്ചയുടെ മികവും ഭക്തിയുടെ തീഷ്ണതയും നൽകുന്ന പരിശുദ്ധ മാതാവിന്റെ ഗ്രോട്ടോ. ദേവാലയത്തിലെത്തുന്ന ഭൂരിഭാഗം ജനങ്ങളും ഇവിടെ പ്രാർത്ഥിച്ചതിനു ശേഷമാണ് പള്ളിയിൽ പ്രവേശിക്കുക.
മുൻവശത്തെ കരിങ്കൽ കുരിശ്. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ. കുരിശെ നമിക്കുന്നു നിന്നെ. നഗരപ്രദേശങ്ങളിലെ ദേവാലയങ്ങളുടെ ആഡംബരക്കാഴ്ചയിൽ നിന്നും വ്യത്യസ്തമായി ഒരു മലയോര പ്രദേശത്തിന്റെ ഭൂപ്രകൃതിക്ക് ചേർന്ന വിധമാണ് മുഖവാരം നിർമ്മിച്ചിരിക്കുന്നത്. ഇരുവശങ്ങളിലുമായി ഈശോയുടെ രക്ഷാകര ചരിത്രത്തിലെ നിരവധി സംഭവങ്ങൾ ഗ്ലാസ് പെയിന്റിംഗ് ചെയ്തിരിക്കുന്നത് കാഴ്ചയുടെ മനോഹാരിതയ്ക്കൊപ്പം ഒരു യേശു അനുഭവം കൂടി നമുക്ക് നൽകുന്നു. ദേവാലയത്തിന്റെ പ്രധാന കവാടം, നല്ലിടയൻ, പരിശുദ്ധ മാതാവ്, മാലാഖമാർ എന്നിവരുടെ മരത്തിൽ തീർത്ത കൊത്തുപണികൾ വളരെ മികവുറ്റതാണ്. കരുണയുടെ വാതിൽ ഉള്ള ദേവാലയം കൂടിയാണിത്. ഈ വാതിലിലൂടെ ഞാനും അകത്ത് പ്രവേശിക്കുന്നു. വിശ്വാസ സമൂഹത്തിന്റെ തീക്ഷ്ണമായ പ്രാർത്ഥനകൾ സ്വർഗസന്നിധിയിലേക്കുയർത്തുന്ന വിശാലമായ ദേവാലയ ഉൾഭാഗം. ജനങ്ങൾ അണിനിരക്കുന്ന ഹൈക്കലയും തമ്മിൽ ചുവന്ന വിരികൊണ്ട് വേർതിരിച്ചിരിക്കുന്നു. ിരിക്കുന്നത് പരിശുദ്ധ മാതാവിന്റെയും വിശുദ്ധ യൗസേപ്പിതാവിന്റെയും തിരുസ്വരൂപങ്ങളാണ്. ഇതിൽ എടുത്തു പറയേണ്ട സവിശേഷത, മദ്ബഹയുടെ വലതുവശത്ത് സ്ഥാപിച്ചിരിക്കുന്ന സ്വരൂപത്തിൽ യൗസേപ്പിതാവിന്റെ വലതുകൈയിലാണ് ഉണ്ണിയെങ്കിൽ ഇടതുവശത്തെ തിരുസ്വരൂപത്തിന്റെ ഇടതുകൈയിലാണ് ഉണ്ണിയെ എടുത്തിരിക്കുന്നത്. ഒരു ദേവാലയത്തിൽ ഇത്തരത്തിലുള്ള രണ്ട് രൂപങ്ങൾ ഒരു അപൂർവ കാഴ്ചയാണ്. ഇവിടെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അനുഗ്രഹത്തിന്റെ വലിയ നിറവാണ് ലഭിക്കുന്നത്. വിശുദ്ധ അൽഫോൻസാമ്മ, വിശുദ്ധ മദർ തെരേസ എന്നിവരുടെ രൂപങ്ങൾ, വിശുദ്ധ യൂദാശ്ലീഹായുടെ രൂപം, മദ്ബഹയുടെ വലതുവശം മുകളിൽ ഈശോയുടെ തിരുമുറിവിൽ വിരൽ സ്പർശിക്കുന്ന വിശുദ്ധ തോമാശ്ലീഹായുടെ ചിത്രം, ഇടതുവശം മുകളിൽ യേശുവിന്റെ ജ്ഞാനസ്നാന ചിത്രം, മദ്ബഹയുടെ മുൻവശം ബേമ, വിശുദ്ധ ബലിയർപ്പണത്തിന്റെ ആദ്യ ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. ഓരോ ദേവാലയ സന്നിധിയിൽ നിന്നും അവിടുത്തെ ചെറുതും വലുതുമായ കാഴ്ചകൾ
ഒന്നുപോലും വിട്ടുപോകാതെ ഓരോ പ്രേക്ഷകനും തിരിച്ചറിയുന്നതിനും ഒരു ദേവാലയ സന്ദർശനാനുഭവം നിങ്ങൾക്ക് ലഭിക്കുന്നതിനുമാണ് ഓരോന്നും പരിചിതമാക്കുന്നത്. കുടിയേറ്റത്തിന്റെ ആരംഭകാലം മുതൽ അറിയപ്പെട്ടിരുന്ന ഒരു ഗ്രാമമാണ് കണ്ണൂർ ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിലൊന്നായ ഈ ചെമ്പേരി.
1943 ഇവിടുത്തെ കുടിയേറ്റത്തിന് ആരംഭം കുറിക്കുന്നത്. അക്കാലത്ത് മദ്രാസ് പ്രസിഡൻസിയിൽപ്പെട്ട കോഴിക്കോട് ജില്ലയായിരുന്നു മലബാർ പ്രദേശം മുഴുവനും. ഇവിടുത്തെ കുടിയേറ്റ പ്രദേശങ്ങളായ ചെമ്പേരിയും പരിസരങ്ങളും ഉൾപ്പെടെ ഇന്നത്തെ കണ്ണൂർ ജില്ലയുടെ കൂടുതൽ ഭാഗവും അന്ന് ചിറക്കൽ താലൂക്കായിരുന്നു. ഇന്നത് തളിപ്പറമ്പ് താലൂക്കാണ്. 1956 ഐക്യ കേരളം രൂപീകൃതമായതിനു ശേഷമാണ് കണ്ണൂർ ജില്ലയും തളിപ്പറമ്പ് താലൂക്കും നിലവിൽ വന്നത്. തളിപ്പറമ്പിൽ നിന്നും 30 കിലോമീറ്റർ അകലെ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഈ ചെമ്പേരി. പ്രസിദ്ധ മലയാള സാഹിത്യകാരനായ കാക്കനാടൻ ചെമ്പേരിയെ പശ്ചാത്തലമാക്കി എഴുതിയ ഒറോദ എന്ന നോവൽ ചെമ്പേരിയെ കേരളത്തിലാകമാനം അറിയപ്പെടുവാനിടയാക്കിയെന്നതും വർത്തമാനകാല ചരിത്രം. തലശ്ശേരി അതിരൂപതയിലെ 16 ഫൊർണപ്പള്ളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫൊർണയാണ് ചെമ്പേരി ഫൊർണ. പരിശുദ്ധ ലൂർദ് മാതാവിന് സമർപ്പിച്ച ഈ ദേവാലയം അതിന്റെ ചരിത്ര പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അതിന്റെ പൂർണ്ണതയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. 1943 മുതൽ ചെമ്പേരി മേഖലയിലേക്ക് തിരുവിതാംകൂറിൽ നിന്നും ആളുകൾ കുടിയേറി പാർക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാഞ്ഞിരപ്പള്ളിക്കാരനായ പുൽപ്പേരി ജോസഫ്, മടക്കക്കുഴിയിൽ ഔസേപ്പച്ചൻ മുതലായ ആളുകൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങോട്ട് കുടിയേറിയവരാണ്. ഈ കാലഘട്ടത്തെ കുടിയേറ്റം എന്ന് പറയുമ്പോൾ ഒരു അസംഘടിത കുടിയേറ്റമായിട്ട് കണക്കാക്കാം. അവരെ നയിക്കാൻ വൈദികരോ അവർക്ക് വരാൻ ദേവാലയങ്ങളോ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഒറ്റപ്പെട്ട ചിതറിക്കപ്പെട്ടൊരു സമൂഹമാണ് ഈ പ്രദേശത്ത് കുടിയേറി പാർത്തത്. 1944-45 വർഷങ്ങളിലൊക്കെ ഏറെ ആളുകൾ ചെമ്പേരിയിലേക്ക് കുടിയേറി പാർക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ചെമ്പേരിക്കാര് അവരുടെ ആത്മീയ കാര്യങ്ങൾ നടത്തിയിരുന്നത് മടമ്പം പള്ളിയിൽ പോയിട്ടാണ്. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ് ഓരോ കുടിയേറ്റക്കാരനെയും നിലനിർത്തിയിരുന്നത്. ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കുവാൻ അവർ സഹിച്ച സഹനവും വളരെ വലുതാണ്. ചെമ്പേരിയിലെ കുടിയേറ്റക്കാലത്ത് തന്നെ കോട്ടയം ജ്ഞാനായ കത്തോലിക്ക രൂപതയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 200ഓളം കുടുംബങ്ങൾ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി അച്ഛനോടൊപ്പം സംഘടിതമായി മടമ്പത്ത് കുടിയേറിയിരുന്നു. ഇത് മനസ്സിലാക്കിയ ചെമ്പേരിക്കാർ ശനിയാഴ്ച തോറും കുറച്ചാളുകൾ സംഘം ചേർന്ന് പൊതിച്ചോറുമായി ഏതാണ്ട് 12 കിലോമീറ്റർ കാട്ടുവഴികൾ താണ്ടി മടമ്പത്തെത്തി ഓരോ വീടുകളിൽ താമസിച്ച് ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുത്ത് തിരികെ പോന്നിരുന്നു. തങ്ങളുടെ വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ ഒരു കാലത്ത് സഹിച്ച ത്യാഗങ്ങളാണിവ. ഈ ചെമ്പേരി പള്ളിയുടെ പ്രത്യേകത, പരിശുദ്ധമ്മയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന ഈ ദേവാലയം ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണിത്. മാതാവിനോട് പ്രാർത്ഥിച്ചാൽ ഏത് കാര്യവും നടക്കുന്ന ഉറച്ച വിശ്വാസത്താണ് ഇടവക സമൂഹം മുഴുവനും. മാത്രമല്ല നാനാജാതി മതസ്ഥരായ ആളുകൾ ഈ ദേവാലയത്തിൽ വരികയും അമ്മയുടെ സംരക്ഷണത്തിനായിട്ട് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. 1943 കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി, തിടനാട്, എലിക്കുളം, ഇളങ്ങുളം, മീനച്ചിൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുമാണ് ചെമ്പേരിയിലേക്ക് കുടിയേറ്റം ആരംഭിക്കുന്നത്. കാഞ്ഞിരപ്പള്ളിക്കാരൻ പുൽപ്പയിൽ ജോസഫ് എടക്കളവൻ കണ്ണൻ നമ്പ്യാരിൽ നിന്നും 206 ഏക്കർ ഭൂമി വാങ്ങിയാണ് കുടിയേറ്റത്തിന് തുടക്കം കുറിക്കുന്നത്. തുടർന്ന് മടുക്കക്കുഴിയിൽ തോമസ്, കാവനാടിയിൽ കുര്യാക്കോസ്, കൊച്ചേരിൽ ഇട്ടി, പുളിക്കൽ ജോസഫ്, മടുക്കക്കുഴിയിൽ ഔസേപ്പച്ചൻ തുടങ്ങി നിരവധി പേർ ചെമ്പേരിയിൽ വന്നു ചേർന്നു. ചെമ്പേരിക്ക് ചെമ്പേരി എന്ന് പേര് വന്നതിന് പിന്നിലെ കഥ പറഞ്ഞു കേൾക്കുന്നതിങ്ങനെ. ചെമ്പേരി ടൗൺ സർക്കിൾ മുതൽ വടക്കോട്ട് പുഴ വരെയുള്ള
ഭാഗം അറിയപ്പെട്ടിരുന്നത് പൊട്ടനെ ചുട്ടക്കരി എന്നായിരുന്നു. ഏതോ ഒരു ജന്മിയുടെ കാര്യസ്ഥനായിരുന്നു പൊട്ടൻ. അയാൾ വളരെ ദുഷ്ടനും സാമൂഹ്യദ്രോഹിയുമായിരുന്നു. തദ്ദേശവാസികളായ തൊഴിലാളികൾ അദ്ദേഹത്തെ ചുട്ടുകൊന്നു. അന്ന് മുതലാണ് ഈ പേരിൽ ആ ഭാഗം അറിയാൻ തുടങ്ങിയത്. ചെമ്പേരി ഹോസ്പിറ്റൽ മുതൽ വില്ലേജ് ഓഫീസ് വരെയുള്ള ഭാഗം കുടിയേറ്റത്തിന് മുൻപ് തന്നെ ചെമ്പേരി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. വെള്ളാട് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ശേഷം അവിടുന്ന് ചെമ്പ് തലച്ചുമടായി പയ്യാവൂർ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരിക പതിവായിരുന്നു. അങ്ങനെ വരുമ്പോൾ വില്ലേജ് ഓഫീസിനും ചെമ്പേരി ഹോസ്പിറ്റലിനും ഇടയിലുള്ള ഭാഗത്തായിരുന്നു ചെമ്പ് ചുമന്നുകൊണ്ട് വന്നിരുന്ന ആളുകൾ വിശ്രമിച്ചിരുന്നത്. അവിടെ നിന്ന് തിരിച്ച് ഈ ചെമ്പ് ചുമന്നുകൊണ്ട് വെള്ളാട്ടേക്ക് പോകുമ്പോഴും ഇവിടെ തന്നെയായിരുന്നു വിശ്രമിച്ചത്. ചെമ്പേരി ചുമന്നുകൊണ്ട് വന്നതുകൊണ്ട് ചെമ്പേരി എന്ന പേര് അത് ലോപിച്ച് ചെമ്പേരി എന്നത് ലോപിച്ച് ചെമ്പേരി എന്ന് അറിയപ്പെടാൻ തുടങ്ങി. 1950 ചെമ്പേരിയിൽ ഒരു എലിമെന്ററി സ്കൂൾ വന്നപ്പോൾ ഇവിടെ ഈ നാടിന്റെ പേര് അൽഫോൻസാപുരം ആയിരുന്നുവെന്ന് ആ ബാച്ചിലെ വിദ്യാർത്ഥികൾ സാക്ഷ്യപ്പെടുത്തുന്നു. പക്ഷെ ചെമ്പേരി എന്ന പേര് അതിനു മുമ്പ് തന്നെ പ്രബലമായിരുന്നതിനാൽ ആ പേര് വരാതിരിക്കുകയും ചെമ്പേരി എന്ന് ഇപ്പോൾ നമ്മുടെ നാട് അറിയപ്പെടുകയും ചെയ്യുന്നു. ചെമ്പേരിയുടെ പേരിന് പിന്നിലെ കഥ എന്തായാലും ഈ പ്രദേശത്തെ ക്രൈസ്തവർക്ക് സ്വന്തം നാട്ടിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാനുള്ള ആഗ്രഹം സാക്ഷാത്കരിക്കപ്പെട്ടത് 1947 ഒക്ടോബർ 9 1947 ബഹുമാനപ്പെട്ട ജോസഫ് കിഴക്കുംഭാഗവച്ചൻ ചെമ്പേരിയിൽ എത്തിച്ചേരുന്നതോടുകൂടി ചരിത്രത്തിനൊരു വഴിത്തിരിവായിട്ട് നമ്മൾ കാണുകയാണ്. അദ്ദേഹം ഇവിടെ എത്തി 1947 ഒക്ടോബർ 9 പുളിക്കൽ ജോസഫിന്റെ വീട്ടിൽ ഒരു ചെറിയൊരു ഭവനത്തിൽ ആദ്യത്തെ ബലി അർപ്പിച്ചു. അന്ന് ചെമ്പേരിയിലുണ്ടായിരുന്ന 18 കുടുംബാംഗങ്ങൾ എല്ലാവരും ആ ബലിയിൽ പങ്കെടുക്കുകയുണ്ടായി. പരിശുദ്ധ അമ്മയ്ക്ക് ഈ ദേവാലയം സമർപ്പിക്കാൻ പ്രത്യേക കാരണമുണ്ട്. ആ കാലഘട്ടത്തിൽ ഇവിടെ കുടിയിരിപ്പാർത്ത കവുങ്ങുകാട്ടിൽ വർക്കി എന്ന വ്യക്തി ഈ കുർബാന നടക്കുന്ന സമയത്ത് മാതാവിന്റെ തിരുസ്വരൂപം അവിടെ മേശയിൽ കൊണ്ടുവന്ന് വെക്കുകയും ഈ പ്രദേശം മാതാവിന് സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് മാതാവിനെ സമർപ്പിക്കപ്പെട്ട ഇടവകയായിട്ട് മാറുന്നത്. അന്ന് ആദ്യ ദിവ്യബലി അർപ്പിക്കപ്പെട്ട പുളിക്കൽ ജോസഫിന്റെ വീടാണിത്. ചെമ്പേരിയുടെ കൂടുതൽ ചരിത്രവുമായി ദിശ തെറ്റി കടന്നുവരുന്ന രാത്രി സഞ്ചാരികൾക്ക് ഏത് പാതിരാവിലും ദിശാബോധം നൽകുന്ന ലൈറ്റ് ഹൌസ് പോലെ ഒരു ജനസമൂഹത്തിന്റെ മുഴുവൻ ആത്മീയ പ്രകാശഗോപുരമായി ചെമ്പേരി ദേവാലയം നഗരമധ്യത്തിൽ ഉയർന്നു നിൽക്കുന്നു. ചെമ്പേരിയിൽ ആദ്യ ദിവ്യബലി അർപ്പിക്കപ്പെട്ട പുളിക്കൽ ജോസഫിന്റെ സ്ഥലം ഇപ്പോഴുമുണ്ടെന്നുള്ള അറിവാണ് എന്നെ ഇതുവഴി നടത്തിയത്. അറുപത്തിയൊമ്പത് വർഷം മുമ്പ് ഒരു ഭൂപ്രദേശത്തെ കുറെ മനുഷ്യരുടെ ദിവ്യബലി എന്ന സ്വപ്നം പൂവണിഞ്ഞ ഈ വീട് ഇന്ന് ജീർണാവസ്ഥയിൽ തകർന്നാണ് ഞാൻ കണ്ടത്. ഇതിലൊരു അതിശയോക്തിയുടെ കാര്യമില്ല. പുരോഗതി പ്രാപിച്ച ഈ വർത്തമാനകാലത്തിൽ പുളിക്കൽ ജോസഫിന്റെ കുടുംബം ഭാഗം വെച്ചപ്പോൾ ആൾതാമസമില്ലാതെ പോയതാണ് ഈ സ്ഥലം. തിരിച്ചു നടക്കുമ്പോൾ പറയാനുള്ളത് ഒരു കൗതുകത്തിന് ഞാനിത് നിങ്ങളെ കാണിച്ചുവെന്ന് മാത്രം. ചെമ്പേരിയിൽ രണ്ടാമത് ദിവ്യബലി അർപ്പിക്കപ്പെട്ടത്
ഈ സ്ഥലത്ത് താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഒരു ഷെഡിലാണ് കടുക്കുന്നേൽ അലക്സാണ്ടർ പള്ളിക്ക് സംഭാവന നൽകിയ ഈ സ്ഥലത്ത് ബഹുമാനപ്പെട്ട ജോസഫ് കിഴക്കുംഭാഗത്തച്ഛൻ മാസം തോറും വന്ന് ബലിയർപ്പിച്ചിരുന്നു. കാലഘട്ടം മുന്നോട്ട് പോകുമ്പോൾ കടുക്കുന്നേൽ അലക്സാണ്ടർ എന്ന വ്യക്തി 5 ഏക്കർ സ്ഥലം പള്ളിക്ക് സംഭാവന ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വീണ്ടും ചരിത്രത്തിന്റെ വലിയൊരു വഴിത്തിരിവ് നമ്മൾ കാണുന്നത് 1948 ഡോക്ടർ കുര്യാക്കോസ് കുടക്കച്ചിറ വികാരിയായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ കാലഘട്ടം ചെമ്പേരിയിലെ നാനാവിധ വികസനത്തിന് വഴിയൊരുക്കി. അദ്ദേഹം ആദ്യത്തെ പള്ളി നിർമ്മല ഹോൾ എന്ന പേരിലെ 5 ഏക്കർ സ്ഥലം സംഭാവന കിട്ടിയ സ്ഥലത്ത് പണിയുകയുണ്ടായി. 48 കുടക്കച്ചിറ അച്ഛൻ വന്നു. അച്ഛൻ ഇവിടെ സ്ഥിരമായിട്ട് കുർബാനയെല്ലാം തുടങ്ങി. അന്ന് പള്ളി ഇവിടെ ഇല്ലായിരുന്നു. സ്കൂളിന്റെ ഇന്ന് സ്കൂളിലിരിക്കുന്ന സ്ഥലത്തായിരുന്നു അന്നത്തെ പള്ളി. ആ സ്ഥലം എന്റെ ചാച്ചനും എന്റെ അമ്മാവനും കൂടി പള്ളിക്ക് സൗജന്യമായിട്ട് കൊടുത്തതാണ്. ആദ്യം അവിടെ പള്ളി സ്കൂളും കൂടി ഒരുമിച്ചായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് സ്കൂൾ വലുതായി വന്നു. 57 ഹൈസ്കൂൾ ആയപ്പോഴത്തേന് ഇവിടെ പുതിയ പള്ളി പണിതിട്ട് ഇങ്ങോട്ട് പള്ളി മാറ്റി സ്കൂൾ മാത്രമായി അവിടെ. 1948 വികാരിയായി എത്തിയ കുര്യാക്കോസ് കുടുക്കച്ചിറയച്ചൻ ചെമ്പേരിയുടെ വികസനത്തിനായി അക്ഷീണം പ്രയത്നിച്ച വ്യക്തിത്വമാണ്. ചെമ്പേരിക്ക് ഒരു സ്ഥിരം വികാരിയെ ലഭിക്കുവാൻ ഇടയാക്കിയത് കോഴിക്കോട് രൂപതാമെത്രാൻ അഭിവന്യ ആൾദോ മരിയ പത്രോണി പിതാവിന്റെ 1948 ചെമ്പേരി സന്ദർശനമാണ്. ചങ്ങളായിയിൽ നിന്നും നടന്ന് ചെമ്പേരിയിലെത്തിയ പിതാവ് ഇവിടുത്തെ ജനങ്ങളുടെ വിശ്വാസ തീഷ്ണത മനസ്സിലാക്കിയാണ് ബഹുമാനപ്പെട്ട കുടക്കച്ചിറയച്ചനെ ചെമ്പേരിയുടെ ചുമതലയേൽപ്പിച്ചത്. പള്ളിയുടെ ആവശ്യത്തിനും അച്ഛന് താമസിക്കുന്നതിനുമായി കട്ടക്കല്ലുകളിൽ തൂണുകൾ കെട്ടിപ്പൊക്കി മരവും ഓടുമായി നിർമ്മിച്ച ആദ്യത്തെ പള്ളി ഇവിടെയായിരുന്നു സ്ഥാപിച്ചത്. പിന്നീട് 1950 എലിമെന്ററി സ്കൂൾ അനുവദിച്ചപ്പോൾ അത് നടത്തിയതും ഇവിടെയായിരുന്നു. അക്കാലത്ത് യാത്രാ സൗകര്യങ്ങൾ പോലും ഇവിടെ ഇല്ലായിരുന്നു എന്ന് പറയാം. ആദ്യകാലത്ത് യാത്രയ്ക്ക് തീരെ സൗകര്യമില്ലായിരുന്നു. ഒന്നെങ്കിൽ വളപട്ടണത്ത് വന്നിട്ട് ബസ് ട്രെയിൻ ഇറങ്ങിയിട്ട് ബോട്ടിൽ വേണം ചെങ്ങളായിൽ വരാൻ. അവിടെ ചെങ്ങളായിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു വരണം. അതല്ലെങ്കിൽ പാപ്പനശ്ശേരി വന്നിട്ട് ട്രെയിൻ ഇറങ്ങിയിട്ട് വല്ലപ്പോഴും വരുന്ന ബസ്സിന് കളപ്പറമ്പി വന്നിട്ട് പിന്നെയും 1-2 മണിക്കൂർ കാത്തിരുന്നാലേ ശ്രീകണ്ഠാപുരം വരെ ഒരു ബസ് കിട്ടുള്ളൂ. അതിനുശേഷം മുഴുവൻ നടക്കുക ചെയ്തുകൊണ്ടിരുന്നത്. സാധനങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ എല്ലാം തലച്ചോട്ടിന് കൊണ്ടുപോകണമായിരുന്നു. ലോറിയും ജീപ്പൊന്നും അന്നില്ലായിരുന്നു. അതിനുശേഷമാണ് വാഹനങ്ങൾ ഓരോന്നോരോന്നായിട്ടുണ്ടായത്. ആ ഇടയ്ക്കാണ് പള്ളിയുടെ വകയിൽ ഒരു വാൻ മേടിച്ചത്. അതുകൊണ്ട് കുറെ ആശ്വാസമായി. പക്ഷെ അത് കൊണ്ടുനടക്കാൻ പറ്റാതെ വന്നപ്പോൾ അത് ഒഴിവാക്കി. ചെമ്പേരിയെ ബാഹ്യലോകവുമായി ബന്ധിപ്പിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ശ്രീകണ്ഠപുരം ചേപ്പറമ്പ് പയറ്റുചാൽ റോഡ് നിർമ്മിക്കപ്പെടുന്നത്. എങ്കിലും അക്കാലത്ത് പുറത്തുനിന്നും വാഹനങ്ങൾ ഇവിടെ വരുവാൻ സാധ്യതയില്ലാത്തതിനാൽ ഇടവക ജനങ്ങളുടെ സഹകരണത്തോടെ പള്ളിവകയായി ചെമ്പേരി വാൻ എന്ന പേരിൽ ഒരു വാഹനം വാങ്ങി. ചെമ്പേരിയിലെ ആദ്യ വാഹനവും ഇതാണ്. തലശ്ശേരി രൂപത നിലവിൽ വന്ന 1953 തന്നെ ചെമ്പേരി ഇടവക സ്ഥാപനവും നടന്നു. വീണ്ടും ചരിത്രത്തിന്റെ ഒരു 3-ാം ഘട്ടമായിട്ട് കാണുന്നത് തലശ്ശേരി അതിരൂപതയുടെ സ്ഥാപനമാണ്. ഇതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. 1953 കാർഡിനൽ ടിസറന്റ് പൗരസ്ത്യ തിരുസംഘത്തിന്റെ അധ്യക്ഷൻ കൊടുങ്ങല്ലൂർ സന്ദർശിച്ച അവസരത്തിലെ തോമസ് തിരുശേഷിപ്പ് സ്ഥാപിച്ച അവസരത്തിൽ അദ്ദേഹം മലബാറിലേക്ക് വരികയും
പേരാവൂർ സന്ദർശിക്കുകയും ചെയ്തു. ഈ പേരാവൂർ സന്ദർശന സമയത്ത് കോഴിക്കോട് രൂപതാധ്യക്ഷനായ പത്രോണി പിതാവ് പ്രത്യേകം ശുപാർശ ചെയ്ത് പറയുകയുണ്ടായി, കുടിയേറ്റക്കാർക്ക് വേണ്ടി ഒരു രൂപത തുടങ്ങുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞനുസരിച്ച് അദ്ദേഹം റെക്കമെൻഡ് ചെയ്യുകയും ഓമിൽ നിന്നും പ്രത്യേക രൂപത അനുവദിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. 1953 ഡിസംബർ 31 12-ാം പീസ് മാർപ്പാപ്പ തലശ്ശേരി അതിരൂപതയെ ഡിസംബർ 31 തലശ്ശേരി അതിരൂപത സ്ഥാപിക്കുകയുണ്ടായി. പിന്നീട് 1954 മാർച്ച് 19-ാം തീയതി വള്ളപ്പള്ളി പിതാവ് അഡ്മിനിസ്ട്രേറ്ററായിട്ട് തലശ്ശേരി രൂപതയിലെ ചാർജ് എടുക്കുകയാണ്. ഈ കാലയളവിൽ ഈ പ്രദേശത്തിന്റെ സർവതോമുഖമായ വികസനത്തിന് നാന്ദി കുറിച്ച നാടിന്റെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട കുടക്കച്ചിറയച്ചൻ കോഴിക്കോട് രൂപതയിലെ ബർണശ്ശേരി പള്ളി വികാരിയായി സ്ഥലം മാറിപ്പോവുകയും ബഹുമാനപ്പെട്ട ജേക്കബ് വാരിക്കാട്ടച്ചൻ വികാരിയായി എത്തുകയും ചെയ്തു. വാരിക്കാട്ടച്ചന്റെ ത്യാഗോജ്വലമായ പ്രവർത്തന കാലഘട്ടമായിരുന്നു ചെമ്പേരിയിൽ. ഈ കാലങ്ങളിൽ കുടിയാൻമല, നെല്ലിക്കുറ്റി, പുലിക്കുരിമ്പ, ചെമ്പന്തൊട്ടി എന്നിവിടങ്ങളിൽ പള്ളി അനുവദിച്ചിരുന്നെങ്കിലും വൈദികരില്ലായിരുന്നു. കാരണം രൂപതയുടെ ആദ്യ നാളുകളിൽ മറ്റു രൂപതകളിൽ നിന്നും സഹായത്തിനായി ചുരുക്കം വൈദികരെ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ വാരിക്കാട്ടച്ചൻ ഈ സ്ഥലങ്ങളിലെല്ലാം തനിച്ചു നടന്ന് കൃത്യസമയങ്ങളിലെത്തി വിശുദ്ധ കുർബാനയർപ്പിച്ച് പ്രദേശങ്ങളിലെ മനുഷ്യർക്ക് ആത്മീയ ശുശ്രൂഷകൾക്കൊപ്പം സാമൂഹ്യ പ്രശ്ന മാർഗനിർദ്ദേശങ്ങളും നൽകിയിരുന്നു. പിന്നീട് ഇവിടങ്ങളിലെല്ലാം വൈദികരുണ്ടായി. ചെമ്പേരിയിൽ ഇന്നു കാണുന്ന ദേവാലയത്തിന് സ്ഥലം നൽകിയത് പുളിക്കൽ ജോസഫും മുക്കുഴി വർക്കിയുമാണ്. ചെമ്പേരി പ്രദേശത്ത് 1946 കാലഘട്ടത്തിലാണ് എന്റെ പിതാമഹന്മാര് കൊടിയേർ പാർട്ടിയുണ്ടായത്. ആ കാലഘട്ടത്തിൽ ചെമ്പേരിയിൽ ഒരു പള്ളിയോ മറ്റ് ആരാധനാലയങ്ങളോ ഇല്ലാതിരുന്ന സമയത്ത് ചെമ്പേരിയിലുള്ള ചുരുക്കം കുടുംബക്കാരെല്ലാവരും കൂടി മടമ്പത്ത് നിന്നും ഒരു അച്ഛനെ കൂട്ടിക്കൊണ്ടുവന്നു. അന്ന് ഞങ്ങളുടെ ഒരു പഴയ വീട്ടിലായിരുന്നു ആദ്യമായി കുർബാന അർപ്പിക്കുവാൻ സാധിച്ചത്. പിൽക്കാലങ്ങളിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് പള്ളിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങുകയും അന്ന് എന്റെ പിതാമഹൻ പള്ളിക്ക് വേണ്ടി 2 ഏക്കറോളം സ്ഥലം കൊടുക്കുകയും ദാനമായി നൽകുകയും പിന്നീട് പള്ളി മൈതാനത്തിനൊക്കെ ആയിട്ട് 2 ഏക്കർ സ്ഥലം വിൽപ്പനയായിട്ട് കൊടുക്കുകയും ചെമ്പേരി ടൗൺ കുരിശുപള്ളിക്ക് വേണ്ടി ആവശ്യമായ സ്ഥലം ദാനമായി നൽകുകയും ജനങ്ങളുടെ കൂട്ടായ ശ്രമങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞങ്ങൾ 1947 ചെമ്പേരി എന്ന പ്രദേശത്ത് കുടിയേറി പാർത്ത് കാർഷിക മേഖലയിൽ നിലയുറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. വികസനത്തിന്റെ പാതയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ ആധ്യാത്മിക രംഗത്തും ഭൗതിക രംഗത്തും വികസനം ആവശ്യമാണെന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ കാർന്നോന്മാർ പള്ളിക്കൂടവും അതുപോലെയുള്ള വികസന കാര്യങ്ങൾക്ക് മുൻപന്തിയിലേക്ക് വന്നു. അതിന് നേതൃത്വം കൊടുക്കാൻ അന്നത്തെ കാർന്നോന്മാരായ ആളുകൾ കുടിയേറ്റക്കാരായ കർഷകർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇന്ന് കാണുന്ന ഈ പള്ളിയും പള്ളിക്കൂടവും സെമിത്തേരിയും അതുപോലെയുള്ള ആരാധനാലയങ്ങളുമൊക്കെ അന്ന് കുടിയേറി പാർത്ത 5-6 കുടുംബങ്ങളാണ് നേതൃത്വം കൊടുത്ത് ഈ സ്ഥലം കൊടുക്കുകയും ദാനമായി കൊടുക്കുകയും ഇന്ന് കാണുന്ന ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. പള്ളിയുടെ സ്ഥലങ്ങളായാലും പള്ളിക്കൂടത്തിന്റെ സ്ഥലങ്ങള് പുളിക്കൽ കുടുംബം, കടുകുന്നൽ കുടുംബം, ഉറുമ്പില്, അങ്ങനെ 5-6
കുടുംബക്കാരാണ് ഇതിനുവേണ്ടി രംഗത്ത് വന്ന് സ്ഥലം കൊടുക്കുകയും ഇന്ന് ഈ കാണുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാവുകയും ചെയ്തത്. അതുപോലെ ടെലിഫോൺ എക്സ്ചേഞ്ച്, പഞ്ചായത്ത് ഓഫീസ്, അതെല്ലാം അന്നത്തെ ആദ്യത്തെ കുടിയേറ്റക്കാരായ കാരണവന്മാർ കൊടുത്തതിന്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഈ സ്ഥലങ്ങളും സ്ഥാപനങ്ങളും ചെമ്പേരിയിൽ സജീവമായി നിലനിൽക്കുന്നത്. ചെമ്പേരി ലൂർദ് മാതാവിനായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഇടവക ദേവാലയത്തില് ദിവസങ്ങളിൽ രാവിലെ 6:45 വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നു. തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 6:45 വിശുദ്ധ കുർബാന ഇടവക ദേവാലയത്തിൽ അർപ്പിക്കുന്ന ഒപ്പം തന്നെ 4 കോൺവെന്റുകളിലായിട്ട് DST, FCC, ബാലഭവൻ, ഹോളി ക്രോസ് എന്നിവിടങ്ങളിലായിട്ടും അതേസമയം തന്നെ വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്നു. വ്യാഴാഴ്ച രാവിലെ 6:45 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശുദ്ധ അൽഫോൻസാമയുടെ നൊവേനയും നടത്തപ്പെടുന്നു. വെള്ളിയാഴ്ച ദിവസം രാവിലെയും വൈകുന്നേരവും ഈ ദേവാലയത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്നു. രാവിലെ 6:45 വിശുദ്ധ കുർബാനയും തുടർന്ന് വൈകുന്നേരം 4 മണിക്ക് വിശുദ്ധ കുർബാനയും അർപ്പിക്കപ്പെടുന്നു. 4 മണിക്കത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വിശുദ്ധ യൂദാ തദേവുസിന്റെ നൊവേന ഇവിടെ നടത്തപ്പെടുന്നു. ശനിയാഴ്ച ലൂർദ് മാതാവിനായി പ്രത്യേകമായി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന ദിവസമാണ്. ശനിയാഴ്ച രാവിലെ 7 മണിക്ക് വിശുദ്ധ കുർബാനയും തുടർന്ന് നൊവേനയും, വൈകുന്നേരം 4 മണിക്ക് വിശുദ്ധ കുർബാനയും നൊവേനയും ഉണ്ടായിരിക്കും. അന്നേ ദിവസം വിശുദ്ധ കുമ്പസാരത്തിനായുള്ള അവസരം ഇടവകയിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഞായറാഴ്ച 4 വിശുദ്ധ ബലികൾ ഈ ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്നു. ഞായറാഴ്ച രാവിലെ 6 മണിക്കും 7:30ക്കും, തുടർന്ന് കുട്ടികൾക്ക് വേണ്ടി 10:15 വൈകുന്നേരം 4 മണിക്കും വിശുദ്ധ ബലി ഈ ദേവാലയത്തിൽ അർപ്പിക്കപ്പെടും. 10:15 വിശുദ്ധ ബലിയിൽ ഇടവകയിലുള്ള മുഴുവൻ സൺഡേ സ്കൂൾ കുട്ടികളും ആ ദേവാലയത്തിൽ പങ്കെടുക്കുകയും വിശ്വാസ പരിശീലനം നേടുകയും ചെയ്യുന്നു. കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. ഓരോ ദിവ്യബലിക്ക് ശേഷവും ചെമ്പേരി പള്ളിക്കുള്ളിൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു ഗാനം വളരെ പ്രശസ്തമാണ്. ശ്രീ ജോൺ മാസ്റ്റർ നിരിഞ്ഞമറ്റവും ജോസഫ് അയ്യങ്കനാലും സംയുക്തമായി രചിച്ച ഈ ഗാനം കുര്യാക്കോസ് കുടക്കച്ചിറയച്ചൻ വികാരിയായിരിക്കുമ്പോൾ
ഇടവക മധ്യസ്ഥയായ ലൂർദ് മാതാവിനോടുള്ള ചെമ്പേരിക്കാരുടെ അത്യഗാധമായ ഭക്തിയിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണ്. പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ചെമ്പേരി പള്ളിയിൽ ഇടവകജനം ഒന്നായി പാടുന്നു, ഭൂലോകരക്ഷകനേശുവിൻ മാതാവേ. ചെമ്പേരിയുടെ പ്രാദേശിക കഥ പറയുമ്പോൾ പറയേണ്ട ഒന്നുകൂടിയുണ്ട്. ചെമ്പേരിയിലെ ആദ്യകാല കുടിയേറ്റക്കാരിൽ ഒരാളായ ശ്രീ മുക്കുഴി തോമസ് ചെമ്പേരിയിൽ വന്ന് താമസമാക്കിയതിനു ശേഷം തന്റെ ബന്ധത്തിലും സുഹൃദ് വലയത്തിലും പെട്ട പല കുടുംബങ്ങളെയും ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തി. ഇങ്ങനെ കുടിയേറിയവർ പുതിയ വീട് പണിത് മാറിപ്പോകുന്നതുവരെ സ്വന്തം വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യവും ശ്രീ തോമസ് ഒരുക്കിക്കൊടുത്തു. ഇദ്ദേഹത്തിന്റെ മകനാണ് ബൽത്തങ്ങാടി രൂപതാധ്യക്ഷൻ അഭിവന്യ മാർ ലോറൻസ് മുക്കുഴി പിതാവ്. നാഗരികതയുടെ ചലനങ്ങൾ കടന്നുവരുന്നുണ്ടെങ്കിലും ചെമ്പേരിയിലും പ്രാന്തപ്രദേശങ്ങളിലും ഇന്നും നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ഗ്രാമത്തിന്റെ നന്മയുടെ വിശുദ്ധി തന്നെയാണ്. പുറഞ്ഞാൺ ഉണ്ണീശോ കപ്പേള. വിശുദ്ധ സെബസ്റ്റ്യാനോസ് സഹദായുടെ നാമത്തിലുള്ള പയറ്റിയാൽ കപ്പേള.
വളയംകുണ്ട് സെന്റ് തോമസ് കപ്പേള. ക്രിസ്തുരാജന്റെ നാമത്തിലെ വലിയ പറമ്പ് കപ്പേള. മണ്ണംകുണ്ട് സെന്റ് ജോർജ് കപ്പേള. ചെമ്പേരിയിൽ ഇന്നു കാണുന്ന ഈ ദേവാലയത്തിന്റെ പണി പൂർത്തിയാക്കിയത് ബഹുമാനപ്പെട്ട ജോർജ് നരിപ്പാറയച്ചന്റെ കാലത്താണ്. ഫാദർ മാത്യു തെക്കേമുറി, ഫാദർ ജോസഫ് കുമ്പുക്കൽ, ഫാദർ ജേക്കബ് നെടുങ്ങാട്, ഫാദർ തോമസ് വട്ടമല, ഫാദർ ജോർജ് ആലപ്പാട്ട് എന്നീ സഹവികാരിമാരും ഒപ്പം ഇടവക സമൂഹത്തിന്റെ കർമ്മോത്സുകതയും ഒത്തുചേർന്നപ്പോൾ ചെമ്പേരിക്കാരുടെ നിറമുള്ള ഒരു സ്വപ്നം യാഥാർത്ഥ്യമായി. 2006 ഫെബ്രുവരി 1 ലൂർദ് മാതാവിന്റെ നാമധേയത്തിലുള്ള ഈ ചെമ്പേരി പള്ളി തലശ്ശേരി രൂപതയുടെ മുൻ അധ്യക്ഷൻ അഭിവന്യ മാർ ജോർജ് വലിയമറ്റം പിതാവ് കൂദാശാകർമ്മം നിർവഹിച്ചു. അഭിവന്യ മാർ ലോറൻസ് മുക്കുഴി, റൈറ്റ് റവറന്റ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ എന്നീ പിതാക്കന്മാരുടെ അനുഗ്രഹ സാന്നിധ്യവും ചെമ്പേരിക്ക് അനുഗ്രഹവർഷമായി. കുടുംബ കൂട്ടായ്മകൾ, സംഘടനാ പ്രവർത്തനങ്ങൾ, സന്യസ്ത ഭവനങ്ങൾ, ചെമ്പേരിയുടെ വളർച്ചയുടെയും ഉയർച്ചയുടെയും പ്രചോദനവും പ്രേരണയും ഇവിടുത്തെ പൂർവികർ വിശ്വസിക്കുന്നതുപോലെ ദൈവപരിപാലന തന്നെയാണ്. ഈ ലൂർദ് മാതാ ദേവാലയം ചെമ്പേരിയുടെ മാത്രമല്ല, ഇവിടെ കുടിയേറിയ മുഴുവൻ ജനതയിലും കരുത്തുറ്റ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി വളർത്തുന്നതിനും അവരിൽ പ്രേഷിത ചൈതന്യം ഉദ്ദീപ്തമാക്കുന്നതിലും വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ചെമ്പേരി ഇടവക ഒരു തീർത്ഥാടന ദേവാലയമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ കരുണയുടെ വർഷത്തിൽ അനേകം ആളുകൾ, ഈ പറഞ്ഞ 12 പള്ളികളാണുള്ളത്, അവിടെ നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ തീർത്ഥാടന ദേവാലയം സന്ദർശിക്കാൻ വരികയും അനുഗ്രഹം പ്രാപിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. തങ്ങൾക്കുള്ളതെല്ലാം ദൈവത്തിന്റെ വരദാനങ്ങളാണെന്ന യാഥാർത്ഥ്യബോധമാണ് ഇവരുടെ ജീവിതത്തെ നേർവഴിയിലൂടെ നയിക്കുന്ന പ്രേരകശക്തി. ദൈവാനുഗ്രഹത്തിന്റെ വർണ്ണച്ചിറകിലേറി ഉദാത്തതയുടെ ഉയരങ്ങളിലേക്ക് പറന്നുയരാൻ ചെമ്പേരിയിലെ ഇടവക സമൂഹത്തിന് കഴിയുന്നതിൽ സംഘടനാ പ്രവർത്തനങ്ങളുടെ പിൻബലവുമുണ്ട്. ചെമ്പേരി ലൂർദ് മാതാ ഇടവകയില് വിവിധ സംഘടനകൾ ഇടവകയിൽ പ്രവർത്തിച്ചു വരുന്നു. ഇടവക വികാരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഓരോ സംഘടനയുടെ പ്രവർത്തനങ്ങളും വളരെ മനോഹരമായിട്ട് ഇടവകയിൽ നടത്തുന്നു. വ്യത്യസ്തപരമായ സംഘടനകൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അതോടൊപ്പം തന്നെ ഇടവകയുടെ എല്ലാ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളിൽ അവർ ശ്രദ്ധിച്ചു വരുന്നു. ആതുരസേവനത്തിന്റെ എല്ലാ രംഗങ്ങളിലും മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നിർധനരായ വിദ്യാർത്ഥികൾക്ക് സഹായം, വിവാഹത്തിനുള്ള സഹായം,
മൃതസംസ്കാരത്തിനുള്ള സഹായം, ഭവന നിർമ്മാണത്തിനും റിപ്പയറിങ്ങിനുമുള്ള സഹായം, ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കുന്നതിന് ബുദ്ധിമുട്ടുന്നവർക്ക് അവരെ സഹായിക്കുന്നത്, അങ്ങനെ എല്ലാവിധ രംഗത്തുമെന്നപോലെ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രവർത്തന മേഖലകൾ 80-81 കാലഘട്ടത്തിൽ കരിസ്മാറ്റിക് ധ്യാനം 13 ധ്യാനം ഇവിടെ നടത്തുകയുണ്ടായി. ഞങ്ങളുടെ പ്രവർത്തന മേഖലകൾ വീടുകൾ സന്ദർശനം, രോഗി സന്ദർശനം, സാധുക്കളായ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകുക, രോഗികൾക്ക് ചികിത്സാ സഹായം കൊടുക്കുക. ഞങ്ങളുടെ ചെമ്പേരി ഇടവകയിൽപ്പെട്ട ആരും മരിച്ചെന്നാലും അവരുടെ വീടുകൾ സന്ദർശിച്ച് മൃതസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയും സഭാംഗങ്ങൾ മരിച്ചാൽ റീത്ത് വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു വരുന്നു. ചെമ്പേരി സെന്റ് വിൻസെന്റ് ഇപ്പോൾ സംഘടനയ്ക്ക് 41 വർഷത്തെ ചരിത്ര പാരമ്പര്യമുണ്ട്. ജെൻസ് കോൺഫറൻസിനോടൊപ്പം ആദ്യം ലേഡീസും മിക്സഡ് ആയിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ 1.5 വർഷക്കാലമായി വനിതാ വിങ് സെപ്പറേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ഈ വനിതകളെ ഈ സംഘടനയിലേക്ക് കൊണ്ടുവരുവാൻ നേതൃത്വം വഹിച്ചത് അന്നത്തെ പ്രസിഡന്റായിരുന്ന സെബാസ്റ്റ്യൻ കാരക്കുന്നേൽ സാറായിരുന്നു. ഇന്ന് ഞങ്ങളുടെ സംഘടനയിൽ 20 അംഗങ്ങളുണ്ട്. ഞങ്ങൾക്ക് സ്വന്തമായിട്ട് 10 ദത്തു കുടുംബങ്ങളാണുള്ളത്. ഈ 10 കുടുംബങ്ങൾക്കും ഓരോ മാസവും ഒരു നിശ്ചിത തുക ഞങ്ങൾ നൽകാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് ആവശ്യാനുസരണം ഞങ്ങൾ തുക നൽകുന്നുണ്ട്. ഒപ്പം തന്നെ പല കുടുംബങ്ങൾക്കും വിവാഹ സഹായം, പഠന സഹായം എന്നീ മേഖലകളിലും ഞങ്ങൾ സഹായം നൽകി വരുന്നുണ്ട്. ലൂർദ് മാതാ മാതൃവേദി എന്ന പേരിൽ ഈ സംഘടന അറിയപ്പെടുന്നു. ഈ സംഘടനയിൽ ഏകദേശം 67ഓളം അമ്മമാരാണ് ഉള്ളത്. ആത്മീയമായി നല്ല ഉണർവുള്ള അമ്മമാരാണ്. എല്ലാ മാസത്തിലും ബഹുമാനപ്പെട്ട ഡയറക്ടർ അച്ഛന്റെ നേതൃത്വത്തിൽ ഭാരവാഹികൾ എക്സിക്യൂട്ടീവ് യോഗം ചേരുകയും എല്ലാ മാസത്തിലും തന്നെ ജനറൽ ബോഡി യോഗങ്ങൾ നടത്തപ്പെടുകയും ചെയ്യുന്നു. അമ്മമാരുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ബോധവൽക്കരണ ക്ലാസുകളും സെമിനാറുകളും സംഘടിപ്പിച്ചു പോരുന്നു. കുടുംബങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് കുടുംബപരമായാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ കേന്ദ്രീകൃതമായിരിക്കുന്നത്. ചെമ്പേരി ഇടവകയിലെ KCYM സംബന്ധിച്ച് പറയുമ്പോൾ 1995-2000 കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു തെരുവ് നാടകത്തിന്റെ ടീം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒട്ടുമിക്ക ടൗണുകളിലും പട്ടണങ്ങളിലും ചെന്ന് അവരുടെ അവതരിപ്പിച്ച തെരുവ് നാടകം ഇന്നും ആൾക്കാര് ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്നും ഓർക്കുന്ന ഒരു കാര്യമാണ്. ദൈനംദിന ജീവിതത്തിൽ ഞങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന എന്ന് പറയുന്ന ഒരു ഘടകം, ഞങ്ങൾ എല്ലാ വർഷവും തന്നെ മാസത്തിൽ പലതവണ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള വൃദ്ധമന്ദിരത്തില് കരുണാലയം വൃദ്ധമന്ദിരത്തിൽ സന്ദർശിച്ച് അവിടുത്തെ അപ്പച്ചമാരോടും അമ്മച്ചുമാരോടും ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് അതിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അനുഭവം അത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒന്നാണ്. സാമ്പത്തിക സാമൂഹിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ പിന്നോക്കം നിൽക്കുന്നവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള TSSന്റെ പ്രവർത്തന ലക്ഷ്യം പ്രാവർത്തികമാക്കുവാൻ നാളിതുവരെയുള്ള നിർമ്മല ക്രെഡിറ്റ് യൂണിയന്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കിക്കൊണ്ട് തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ വനിതാ വിങ്ങായ MSSഉം ക്രെഡിറ്റ് യൂണിയനോടൊപ്പം തോളോട് തോൾ ചേർന്ന് ചെമ്പേരി ഇടവകയിൽ സജീവമായി പ്രവർത്തിക്കുന്നു. തലശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ഒട്ടനവധി കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കെയർ എ ഹോം പദ്ധതി. നിർദ്ധരായ ഭവനങ്ങളെ കണ്ടുപിടിച്ച് ഒരു മാസത്തിലൊരു നിശ്ചിത തുക അവർക്ക് ലഭിക്കത്തക്ക രീതിയിൽ ഡോണേഴ്സുമായി ബന്ധപ്പെട്ട് സഹായം ഉറപ്പുവരുത്തുന്ന ഒരു പദ്ധതിയാണിത്. വളരെ വലിയൊരു ഇടവകയായതിനാൽ തന്നെ 650-ൽ കൂടുതൽ അംഗങ്ങൾ സംഘടനയിലുണ്ട്. വികാരിയച്ഛന്റെയും സിസ്റ്റേഴ്സിന്റെയും മതാധ്യാപകരുടെയും നേതൃത്വത്തിൽ വളരെ സജീവമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുവാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കുട്ടികളുടെ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ചെറിയൊരു തുക കളക്ട് ചെയ്ത് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാനും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം പാവപ്പെട്ട ഒരു കുടുംബത്തിന് ഭവനം നിർമ്മിക്കുന്നതിനായി 1 ലക്ഷം രൂപ നൽകി സഹായിക്കുവാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു. അതുപോലൊരു പ്രോഗ്രാമിന് തുടക്കമിടുകയാണ് ഞങ്ങൾ ഈ വർഷവും. ഇവിടെ അടുത്തുള്ള അഗതി മന്ദിരങ്ങൾ സന്ദർശിച്ച് അവർക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. വീടുകൾ കയറിയിറങ്ങി ഫണ്ട് സ്വരൂപിച്ച് ഒറീസ മിഷനിലെ കുട്ടികൾക്ക് കട്ടിലുകൾ വാങ്ങിക്കൊടുക്കുവാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചു.
ബൈബിൾ പരിശീലന രംഗത്തും ലോഗോസ് ക്വിസിലും ഞങ്ങൾ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. രൂപതാ കമ്മിറ്റി നിർദ്ദേശിക്കുന്നതനുസരിച്ച് ഇവിടെ സായന്നദാനം നടത്താറുണ്ട്. അതുപോലെ തന്നെ പാൻ മസാലയ്ക്കെതിരായി പാൻ മസാല ഹോമവും നടത്താറുണ്ട്. അതുപോലെ തന്നെ പന്തംകൊളുത്തി പ്രകടനം, സായാഹ്ന ധരണ, അതുപോലെ തന്നെ എല്ലാവർക്കും അതായത് ബോധവൽക്കരണത്തിൽ കൂടിയും പ്രാർത്ഥനയിലൂടെയാണ് ഞങ്ങൾ ഈ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത്. ആധുനിക ലോകത്തിന്റെ സുഖസൗകര്യങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ വളരെയധികം വിഭാഗീയ ചിന്താഗതികളും അഭിപ്രായ ഭിന്നതകളും ഇന്ന് ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു. ഇവ മൂലം ഓരോ കൂട്ടായ്മയ്ക്കും മങ്ങലേറ്റുകൊണ്ടിരിക്കുമ്പോൾ സ്വാർത്ഥമോഹം അതിരുവിട്ട് മറ്റുള്ളവന്റെ സ്വാതന്ത്ര്യത്തെ കൂടി നിഹനിക്കുന്ന ഒരു സ്ഥിതിവിശേഷം സംജാതമാക്കുന്ന ഈ കാലത്ത് ചെമ്പേരിയിലെ ഈ കുടുംബ കൂട്ടായ്മകൾ ഇവരുടെ ജീവിതത്തെ കൂടുതൽ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തുവാനും മറ്റുള്ളവർക്ക് കൈത്താങ്ങാകുവാനും വഴിയൊരുക്കുന്നു. ചെമ്പേരി മാതാവിനോടുള്ള അതിയായ ഭക്തിയിലാണ് ഈ സമൂഹം നിലനിൽക്കുന്നത്. ലൂർദ് മാതാവിന്റെ നൊവേനയ്ക്ക് എത്തിച്ചേരുന്നതും അനേകർ. പരിശുദ്ധ ലൂർദ് മാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി പ്രാർത്ഥിച്ചു തരണമേ. പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളരുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവയായ മാതാവേ, ഞങ്ങളുടെ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങയുടെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. മാതാവേ, പാപികളാ ഞങ്ങൾ ചെയ്യുന്നതാകവേ പാവനമാക്കിയ ദുരലമേ. ചെമ്പേരി മാധ്യസ്ഥരെ ശകലൂതമ്മേ, അൽപ്പോടെ ഞങ്ങളെ കാത്തിടുവാൻ ആത്മശരീരേന്ദ്രിയങ്ങളും സമ്പത്തും അർപ്പണം ചെയ്യുന്നേ. ലൂർദ്നാഥേ, നാഥേ മറിയമേ, സുരനോടു നീ നന്മകൾ വാങ്ങിയാരുളുവാനും നിത്യ സൗഭാഗ്യ കരഗതമാക്കാനും നന്മ നിരഞ്ജനം യാചിക്കുന്നു. പാപികളാ ഞങ്ങൾക്കാശിസഹീനവും പാരാറിയമ്മയാരുളിടുവാൻ കുമ്പിടും തവ പാദപങ്കജത്തിൽ ചെമ്പേരി മാതാവേ, ലൂർദ്നാഥേ. ആദ്യകാല കുടിയേറ്റ അനുഭവങ്ങളുടെ തീഷ്ണ നൊമ്പരങ്ങൾ ഹൃദയത്തിൽ വീരോചിതമായി ഏറ്റെടുത്ത ഇവിടുത്തെ കാരണവന്മാരിൽ
ഭൂരിഭാഗവും ഇന്ന് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുകഴിഞ്ഞു. അവരുടെ ധീരോദാത്തമായ സ്മരണയ്ക്ക് മുമ്പിൽ മനസ്സുകൊണ്ട് പുഷ്പാർച്ചന നടത്തുകയാണ് ചെമ്പേരിക്കാർ. ഓരോ പ്രഭാതത്തിലും ദിവ്യബലിയർപ്പിച്ച് സിനിത്തേരിയിൽ വന്ന് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കുഴിമാടത്തിനു മുമ്പിൽ ശിരസു നമിക്കുന്നത് ഇവിടുത്തെ പതിവ് കാഴ്ചകളിലൊന്ന്. ഇന്ന് ആധുനിക ചെമ്പേരിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിലെ ചെമ്പേരി ഒത്തിരിയേറെ മുന്നോട്ട് പോയിട്ടുണ്ട്. നഴ്സറി സ്കൂൾ മുതൽ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, എഞ്ചിനീയറിംഗ് കോളേജ് വരെ എത്തി നിൽക്കുന്ന വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ. നിർമ്മല സ്കൂളുകൾ 1950 ജൂൺ 3 റവറൻ ഫാദർ കുര്യാക്കോസ് അച്ഛന്റെ നേതൃത്വത്തിലാണ് സ്ഥാപിതമായത്. 1951 ഹയർ എലിമെന്ററി സ്കൂളായി ഉയർത്തപ്പെട്ടു. 1957 ജൂൺ 3 റവറൻ ഫാദർ ജേക്കബ് വെരിക്കാട്ടിൽ അച്ഛന്റെ നേതൃത്വത്തിൽ ഹൈസ്കൂളായിട്ട് അപ്ഗ്രേഡ് ചെയ്തു. നരിപ്പാറ അച്ഛന്റെ നേതൃത്വവും പാലമറ്റത്തിൽ അച്ഛന്റെ നേതൃത്വത്തിലാണ് സ്കൂളിന്റെ വികസനം നടന്നത്. ഇപ്പോഴത്തെ മാനേജരായിട്ട് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വെരി റവറൻ ഡോക്ടർ ജോസഫ് കരിനാട്ട് അച്ഛനാണ്. ആയിരത്തി 1950 ചെമ്പേരിയുടെ ഹൃദയഭാഗത്ത് നിർമ്മല LP സ്കൂൾ സ്ഥാപിതമായത്. 2000 UP സ്കൂൾ ഹൈസ്കൂളിൽ നിന്നും വേർപെടുത്തുകയും 16 വരെ വളരെ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. 562 കുട്ടികളാണ് നമ്മുടെ വിദ്യാലയത്തിലുള്ളത്. ആകെ 22 ജീവനക്കാരുണ്ട്. 21 അധ്യാപകരും ഒരു അനധ്യാപകരും. വളരെ നല്ല രീതിയിൽ ക്രൈസ്തവികമായ ചൈതന്യം കുട്ടികൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് മലയോര മേഖലയിലെ കുഞ്ഞുമക്കളുടെ അറിവിന്റെയും അതുപോലെ തന്നെ പരിശീലനത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒക്കെ മേഖലയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാലയമാണിത്. ഹൈസ്കൂളിൽ നിന്നും അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ നിന്നും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും നിർലോഭമായ സഹായ സഹകരണങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 1957 ജൂൺ 3 ഹൈസ്കൂൾ സ്ഥാപിതമായത്. ഇതിന്റെ സ്ഥാപക മാനേജർ റവറൻ ഫാദർ ജേക്കബ് വാരികാട്ടച്ചനായിരുന്നു. സ്ഥാപക ഹെഡ്മാസ്റ്റർ ഫാദർ മാത്യു മേക്കുന്നേൽ 12 വർഷം സ്തുത്യർഹമായ സേവനം ഈ സ്കൂളിൽ അനുഷ്ഠിച്ചു. ഇപ്പോൾ ഈ സ്കൂളിന്റെ മാനേജർ റവറൻ ഡോക്ടർ ജോസഫ് കരിനാട്ടച്ചനാണ്. ഈ സ്കൂളിൽ 24 സ്റ്റാഫാണുള്ളത്. 20 ടീച്ചിംഗ് സ്റ്റാഫും 4 നോൺ ടീച്ചിംഗ് സ്റ്റാഫും. ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവുമായി 11 ഡിവിഷനുകളാണുള്ളത്. ആൺകുട്ടികളും പെൺകുട്ടികളുമായി 410 കുട്ടികൾ ഇവിടെ പഠിച്ചു വരുന്നു. 6-7 വർഷങ്ങളായിട്ട് തുടർച്ചയായി 100% വിജയം ഉള്ള ഒരു നല്ല ഹൈസ്കൂളാണ്. പാഠ്യവിഷയങ്ങളിൽ മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലും കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിലുമൊക്കെ വളരെയേറെ പ്രാധാന്യം നൽകുന്ന ഈ മലയോര പ്രദേശത്തെ നല്ലൊരു ഹൈസ്കൂളാണ് ചെമ്പേരി നിർമ്മല ഹൈസ്കൂൾ. സാന്ത്വനം ക്യാൻസർ സെന്റർ. കരുണാലയം. തലശ്ശേരി അതിരൂപതയുടെ ജീവകാരുണ്യ പ്രവർത്തന മേഖല 2 നാഴികക്കല്ലുകളാണ് കരുണാലയവും സാന്ത്വനവും. കരുണാലയം
1975 അഭിമന്യ മാർ സെബാസ്റ്റ്യൻ വള്ളപ്പള്ളി പിതാവിന്റെ പൗരോഹിത്യ രജത ജൂബിലി സ്മാരകമായിട്ട് സ്ഥാപിതമായ സ്ഥാപനമാണ്. ഇത് പൂർണ്ണമായും അഗതി മന്ദിരമാണ്. അതായത് മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കള്, തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട ജീവിതങ്ങള്, അതോടൊപ്പം തന്നെ ആരോരും അന്വേഷിക്കാൻ നോക്കുവാനില്ലാതെ അഗതികളായിട്ടുള്ളവര്, ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് അഭയം കൊടുക്കുന്ന സ്ഥലമാണിത്. പൂർണ്ണമായും പാവപ്പെട്ടവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുക. ആയിരത്തി 1975 സ്ഥാപിതമായ ഈ സ്ഥാപനത്തില് ഇതുവരെ 1200-ലധികം അപ്പച്ചന്മാരും അമ്മച്ചിമാർക്ക് അഭയം കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. 2016 ജനുവരി 1 വരെ പഴയ ബിൽഡിംഗിലായിരുന്നു ഈ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 2012 അവസാന മാസത്തോടുകൂടെ പുതിയ ബിൽഡിംഗിന്റെ പണി ആരംഭിക്കുകയും 2016 ജനുവരി 1-ാം തീയതി പുതിയ ബിൽഡിംഗിന്റെ ആശീർവാദ കർമ്മം നടക്കുകയും ചെയ്തു. ഈ രണ്ട് സ്ഥാപനങ്ങളിലും ശുശ്രൂഷ ചെയ്യുന്നത് ST സമൂഹത്തിൽപ്പെട്ട സിസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ട് സഭാംഗങ്ങളായ സിസ്റ്റേഴ്സാണ്. ഇപ്പോൾ അവർ 4 പേര് ഇവിടെ വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവരെ സഹായിക്കുവാനായിട്ട് മറ്റ് സ്റ്റാഫുകളും ഇവിടെയുണ്ട്.
ചെമ്പേരിയുടെ കൂടുതൽ ചരിത്രവുമായി തലശ്ശേരി രൂപതയുടെ കീഴില് ഇടവകകളിലെ ആഭിമുഖ്യത്തില് ആരംഭിച്ച രണ്ടാമത്തെ ഹോസ്പിറ്റലാണ് വിമല ഹോസ്പിറ്റൽ ചെമ്പേരി. 1963 ഏപ്രിൽ 28 തീയതിയാണ് ഈ ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്തത്. അന്ന് ഇടവകയുടെ ആഭിമുഖ്യത്തിലാണ് ഇത് ആരംഭിച്ചത്. ചെമ്പേരി ലൂർദ് പള്ളിയുടെ ഫാദർ പോൾ വടിതലക്കാട്ടായിരുന്നു അന്നത്തെ വികാരി. ഇത് ഉദ്ഘാടനം ചെയ്തത് അഭിമന്യ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവാണ്. കുറെ വർഷങ്ങളിലേക്ക് ഈ പ്രദേശത്തെ ഏക ആശ്രയം രോഗികൾക്ക് ചെമ്പേരി ഹോസ്പിറ്റൽ മാത്രമായിരുന്നു. ചെമ്പേരി കഴിഞ്ഞാൽ പിന്നെ തളിപ്പറമ്പില് അതല്ലെങ്കിൽ കണ്ണൂര് അവിടെയൊക്കെ പോയിട്ട് വേണമായിരുന്നു ചികിത്സാ സൌകര്യം നേടുവാനായിട്ട്. കുടിയേറ്റക്കാർ വളരെ ത്യാഗം സഹിച്ചാണ് അന്ന് ഈ ഹോസ്പിറ്റൽ ആരംഭിച്ചത്. ഒരു കാലത്ത് നന്നായിട്ട് പ്രവർത്തിച്ചിരുന്നു. ഇവിടെ ശരാശരി ഒരു ദിവസം 175-180 OPയും ഏകദേശം 75-80 IPയും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇത് വീണ്ടും പുനരുദ്ധരിക്കുവാനുള്ള ശ്രമത്തിലാണ് ജനങ്ങളും അതുപോലെ തന്നെ ഡയറക്ടറും ഇതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് തലശ്ശേരി അതിരൂപത നടത്തിയ പ്രഥമവും പ്രധാനവുമായ ചുവടുവയ്പ് വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്. ബഹുമാനപ്പെട്ട മാത്യു എം ചാലിലച്ചന്റെ മേൽനോട്ടത്തിലാണ് ഇതിന്റെ ആരംഭം. അഭിമന്യ ജോർജ് മലയോറ്റ പിതാവിന്റെ നേതൃത്വത്തിൽ നെഷാർ ട്രസ്റ്റ് എന്ന എഡ്യൂക്കേഷൻ സ്ഥാപനത്തിന് രൂപം കൊടുക്കുകയും അതിന്റെ കീഴിൽ ഈ പ്രശസ്തമായിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജും MBA കോളേജും ആരംഭിക്കുകയുണ്ടായി. മലബാറിൽ അപര്യാപ്തമായിരുന്ന അല്ലെങ്കിൽ അപ്രാപ്യമായിരുന്ന ഉന്നത വിദ്യാഭ്യാസം ഈ സ്ഥാപനത്തിലോടുകൂടി മലബാറിലെ മക്കൾക്ക് ലഭിക്കുകയുണ്ടായി. 6 UG ഫാക്കൽറ്റികളും 6 PG ഫാക്കൽറ്റീസും ഈ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രവർത്തിക്കുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഇന്ന് 300ഓളം അധ്യാപകരും അനധ്യാപകരുമായിട്ടുള്ളവര് ഇവിടെ പ്രവർത്തിക്കുന്നു. 2000ഓളം കുട്ടികൾ ഈ കലാലയത്തിൽ പഠിക്കുകയും ഇവിടുന്ന് ഉന്നത വിദ്യാഭ്യാസം നേടി പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ 1000-ലധികം കുട്ടികൾ പഠിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള ഹോസ്റ്റൽ സൗകര്യവും ഇന്ന് ഇവിടെ ലഭ്യമാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ആരംഭിച്ച് ഇന്ന് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി KTUവിന്റെ നേതൃത്വത്തിൽ 2ാം വർഷത്തിലേക്ക് ഈ കലാലയം കടന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും പാവപ്പെട്ട കുട്ടികൾക്ക് വളരെ വലിയ സങ്കേതമായിട്ട് ഈ കോളേജ് തീർന്നിരിക്കുകയാണ്. ഈ കോളേജിലൂടെ ധാരാളം കുട്ടികൾ പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് പാവപ്പെട്ട കുട്ടികൾക്ക് അവരുടെ ഉന്നത വിദ്യാഭ്യാസവും ധാർമ്മിക ജീവിത നിലവാരങ്ങളും ഉയർത്തുന്നതിനായിട്ട് ഈ കലാലയം ഏറെ സഹായിക്കുന്നു. ഇന്ന് മലബാറില് അറിയപ്പെടുന്ന ഏറ്റവും നല്ല എഞ്ചിനീയറിംഗ് കോളേജുകൾ MBA കോളേജുകൾ ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജും വിമൽ ജ്യോതി MBA കോളേജും. അത്രമാത്രം ഈ 14 വർഷം കൊണ്ട് ഈ കോളേജ് ഔന്നത്യത്തിലേക്ക് ഉയരാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഈ മലബാറിന് മാത്രം സ്വന്തമായിട്ടുള്ള അതിരൂപതയ്ക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമായിട്ട് തീർന്നിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ഈ ഹോസ്റ്റൽ ആരംഭിച്ചിട്ട് 13 വർഷമായി. കാലത്തിന്റെ ആവശ്യകത അനുസരിച്ച് ഞങ്ങൾ ഓരോ സേവനത്തിൽ ഏർപ്പെടുന്നു. ഇപ്പോൾ 130 കുട്ടികൾ ഇവിടെയുണ്ട്. ഫസ്റ്റ് ഇയേഴ്സും സെക്കൻഡ് ഇയേഴ്സും വിമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു.
സെന്റ് ജോസഫ് ബാലഭവൻ. വിശുദ്ധ ഫ്രാൻസിസിന്റെ അനുയായികളായി കേരളത്തിലെ 8 അമ്മമാരാണ് ഞങ്ങളുടെ സഭ സ്ഥാപിച്ചത്. സഭ സ്ഥാപിക്കാൻ വേണ്ടി കോട്ടയത്തെ മെത്രാനായിരുന്ന ലവീനി പിതാവിന്റെ അടുക്കൽ ചെന്നിട്ട് അമ്മമാര് ചോദിച്ചു, ഞങ്ങൾക്ക് സഭ സ്ഥാപിക്കാൻ ഞങ്ങളെ അനുവദിക്കുമോ? അപ്പോൾ ലവീനി പിതാവ് ചോദിച്ചു, നിങ്ങൾക്ക് സാധുജന സംരക്ഷണം സാധിക്കുമോ? അനാഥ പൈതങ്ങളെ സംരക്ഷിക്കാമോ എന്ന് ചോദിച്ചു. ആ പൈതൃകം അനുസരിച്ചാണ് ഞങ്ങളുടെ സഭ എല്ലാ പ്രൊവിൻസിലും ഈ അനാഥ മന്ദിരങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. അതനുസരിച്ച് ചെമ്പേരി മഠം സ്ഥാപിച്ചതിന് അധികം താമസിക്കാതെ 1964 ഈ ബാലഭവൻ സ്ഥാപിച്ചു. ഇതിനോളം ഇപ്പോൾ 53 വർഷമായി. 2 വർഷം മുമ്പ് ഗോൾഡൻ ജൂബിലി ആഘോഷിച്ചു. ഈ നാളുകൾ കൊണ്ട് 600ഓളം കുട്ടികൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചുപോയി. +2 വരെ ഇവിടെ നിന്ന് പഠിക്കുന്നു. പിന്നെ അതിനുശേഷം വേറെ ജീവിതമാർഗം സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുകയില്ലാത്തവരെ ഞങ്ങൾ നേഴ്സിംഗ് അങ്ങനത്തെ ഉപരിപഠനത്തിനായിട്ട് അയക്കുന്നു. ഞങ്ങൾ തന്നെ അവരെ ഒരു ജീവിതമാർഗത്തിലെത്തിക്കുന്നു. ജൂൺ 17 ഫ്രാൻസിസ്കൻ ക്ലാരസ് സഭയുടെ ഒരു ഭവനം ചെമ്പേരിയിൽ ആദ്യമായി കണ്ണൂർ ജില്ലയിൽ ആരംഭിച്ചു. അന്നത്തെ വികാരി അച്ഛനായിരുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് വാരികാട്ടാണ് ഇവിടെ ഭവനം സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്തത്. ഇവിടുത്തെ ജനങ്ങളും കാലാകാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന വികാരി അച്ഛന്മാരും കൊച്ചച്ഛന്മാരും ഈ ഇടവകയിൽ നമുക്ക് നല്ലൊരു പ്രവർത്തന സാധ്യത ഒരുക്കി തരുന്നതുകൊണ്ട് ഞങ്ങൾ വളരെ സന്തോഷവതികളായി ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. ദരിദ്രരായ ജനങ്ങൾക്ക് സേവനം ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായും ഫ്രാൻസിസ്കൻ ക്ലാരസ് സഭയുടെ കാര്യസം. ഇപ്പോൾ 12 സിസ്റ്റേഴ്സ് ഈ ഇടവകയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. വിദ്യാഭ്യാസം, വിശ്വാസ പരിശീലനം, സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കൽ, ശവസംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കൽ, വാർഡ് കൂട്ടായ്മകൾ ഇവയിലെല്ലാം ഞങ്ങൾ പ്രവർത്തനം കാഴ്ചവെക്കുന്നു. ഈ സ്കൂൾ ആരംഭിച്ചിട്ട് ഇത് 51ാമത്തെ വർഷമാണ്. 98 സ്റ്റുഡൻസ് ഇവിടെയുണ്ട്. 4 ടീച്ചേഴ്സ്, 2 സിസ്റ്റേഴ്സും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നു. ഈ നാടിന്റെ സർവ്വതോന്മുഖമായ വളർച്ചയിൽ ഈ നേഴ്സറി സ്കൂൾ വഹിച്ച പങ്ക് വളരെ വലുതാണ്. 50 വർഷത്തെ പാരമ്പര്യത്തിൽ ഒത്തിരിയേറെ ആളുകൾ ഈ സ്കൂളിൽ പഠിച്ചിറങ്ങി വിവിധ മേഖലകളിലായി ശുശ്രൂഷ ചെയ്യുന്നു. സെന്റ് തോമസ് പബ്ലിക് സ്കൂൾ ചെമ്പേരി മേഖലയുടെ ആധ്യാത്മിക ഭൗതിക വളർച്ചയെ മുന്നിൽ കണ്ട് കുട്ടികൾക്ക് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുവാൻ 2005 ഡോട്ടേഴ്സ് ഓഫ് മിഷണറി സിസ്റ്റേഴ്സ് സ്ഥാപിച്ചതാണ് ഈ CBSE സ്കൂൾ. 2005 ജൂൺ മാസത്തിൽ ഡോട്ടേഴ്സ് ഓഫ് സെയിന്റ് തോമസ് മിഷണറി സന്യാസിനി സമൂഹം ചെമ്പേരിയിൽ സെയിന്റ് തോമസ് സ്കൂൾ സ്ഥാപിച്ചു. ഇപ്പോൾ ഏകദേശം 650 പരം കുട്ടികൾ ഇവിടെ പഠനം നടത്തുന്നുണ്ട്. ചെമ്പേരി ഇടവകയുടെ പൂർണ്ണമായ സഹകരണവും പിന്തുണയും ഞങ്ങളുടെ ഈ സ്കൂളിന്റെ നടത്തിപ്പിന് ലഭിക്കുന്നുണ്ട്. കുട്ടികളുടെ പ്രത്യേകമായ പരിശീലനത്തിൽ കൌൺസിലിംഗും അതുപോലെ തന്നെ അവരുടെ വ്യക്തിത്വ വികസനത്തിനും ഞങ്ങൾ പ്രത്യേക പ്രാധാന്യം നൽകുന്നുണ്ട്. ഭാവികളാ
ആദേ മറിയമേ നിൻ സുതനോടു നീ നന്മകൾ വാങ്ങിയാരുളുവാനും നിത്യ സൗഭാഗ്യ കരഗതമാക്കാനും നന്മ നിറഞ്ഞൊരമ്മേ യാചിക്കുന്നു. പാപികളാ ഞങ്ങൾക്കാശിസഹീനവും പാരാതെ അമ്മയാരുളിടുവാൻ കുമ്പിടുന്നേ തവ പാദപങ്കജത്തിൽ ചെമ്പേരി മാതാവേ ലൂർദുനാഥേ. പള്ളിമേട ചെമ്പേരി ഫൊറോന ദേവാലയത്തിന്റെ ഈ കാര്യാലയത്തിൽ തന്നെയാണ് ഇടവക വൈദികരുടെ വാസം. കാലാകാലങ്ങളിൽ ഇവിടെ സേവനം ചെയ്തിട്ടുള്ള വൈദികരുടെ നിസ്വാർത്ഥ സേവനം വളരെ വിലപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട ജേക്കബ് കുടക്കച്ചിറയച്ചൻ, മോൺസെഞ്ഞൂർ ജേക്കബ് വാരിക്കാട്ട്, പോൾ വഴുതലക്കാട്ട്, അഗസ്റ്റിൻ തുരുത്തിമറ്റം, തോമസ് കരിങ്ങാട്ടി, തോമസ് മൂലക്കുന്നേൽ, തോമസ് നിലയ്ക്കപ്പള്ളി, ഫ്രാൻസിസ് ആറുപറ, ജേക്കബ് പുത്തൻപുര, സെബാസ്റ്റ്യൻ ജോസഫ് കാഞ്ഞിരക്കാട്ട്, ജോസഫ് കുറ്റാരപ്പള്ളി, വർക്കി കുന്നപ്പള്ളി, ജോർജ് കൊല്ലക്കൊമ്പിൽ, ജോൺ കല്ലുങ്കൽ, ജോർജ് നരിപ്പാറ, ഇപ്പോഴത്തെ വികാരി ബഹുമാനപ്പെട്ട ജോസഫ് കരിനാട്ട് വരെയുള്ള വികാരിമാരെയും എല്ലാ സഹവികാരിമാരെയും ഈ ദേവാലയ ചരിത്രത്തോടൊപ്പം ഞാനും സ്മരിക്കുന്നു. 4 വർഷത്തെ ഇവിടുത്തെ എന്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഏത് കാര്യങ്ങൾ നമ്മൾ പരിശുദ്ധമ്മയോട് അപേക്ഷിച്ചാലും അതെല്ലാം നടത്തിത്തരുന്ന സ്നേഹം നിറഞ്ഞൊരമ്മയുടെ സാമീപ്യം അടുത്ത് അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. ഇവിടെ ശുശ്രൂഷിച്ച് കടന്നുപോയ എല്ലാ വൈദികരും അത് സാക്ഷ്യപ്പെടുത്തും. ഞാനത് സാക്ഷ്യപ്പെടുത്തുന്നു. പള്ളി നിറയെ ആളുകളെ കാണുമ്പോൾ വലിയ സന്തോഷമാണ്. ധാരാളം ആളുകൾ കുദാശ സ്വീകരിക്കാനും വിശ്രമായി പങ്കെടുക്കാനും ഒക്കെ വരുമ്പോൾ അവരെല്ലാം സജീവമായിട്ട് പങ്കെടുക്കുന്ന കാണുമ്പോൾ നമുക്ക് അതിയായ സന്തോഷമാണ്. 69 വർഷങ്ങൾ പിന്നിടുമ്പോൾ ആത്മീയ ഭൗതിക രംഗങ്ങളിൽ ചെമ്പേരി വലിയ ഉയർച്ച നേടിയിരിക്കുന്നു. ആരംഭകാലത്ത് പലവ്യഞ്ജനങ്ങൾ വാങ്ങുന്നതിന് 15 കിലോമീറ്റർ നടന്ന് ചെങ്ങളായി വരെ പോകണമായിരുന്നു. അന്നിവിടെ യാതൊരുവിധ ഗതാഗത സൗകര്യങ്ങളോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ബാങ്കുകളോ ഇതര സ്ഥാപനങ്ങളോ ഉണ്ടായിരുന്നില്ല. കുടിയേറ്റം നടക്കുന്ന കാലഘട്ടത്തിൽ ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ജനങ്ങൾ ചെമ്പേരിയിൽ എത്തിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ട്രെയിനിലൂടെ യാത്ര ചെയ്ത് വരുന്ന കുടിയേറ്റക്കാര് വളപട്ടണം ട്രെയിൻ ഇറങ്ങി അവര് ബോട്ടിൽ കയറി ചെങ്ങളായി വരെ യാത്ര ചെയ്ത് അവിടെ നിന്നും 12 കിലോമീറ്റർ ദൂരം കാൽനടയായിട്ട് വന്നാണ് ചെമ്പേരിയിൽ എത്തിച്ചേർന്നിരുന്നത്. ഇപ്പോൾ കാലഘട്ടം മാറി വലിയ യാത്രാ സൗകര്യങ്ങൾ അനേക വഴികളൊക്കെയുള്ള മനോഹരമായൊരു ടൗണായിട്ട് ചെമ്പേരി ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. വൈദികര് ആദ്യം ഞാൻ പേര് പറഞ്ഞ ഫാദർ ജോസഫ് കിഴക്കും ഭാഗവച്ചൻ നടന്ന് തളിപ്പറമ്പിൽ നിന്ന് ഇവിടെ വന്നതായിട്ട് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ കാലിക്കറ്റ് രൂപതാധ്യക്ഷൻ പത്രോണി പിതാവ് ശ്രീകണ്ഠാപുരത്തു നിന്നും പയറ്റിയാൽ വഴി നടന്ന് ചെമ്പേരിയിൽ വരികയും അന്നത്തെ കുടിയേറ്റക്കാരുടെ ക്ഷേമം അന്വേഷിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം ഒരു വൈദികനെ വികാരിയായിട്ട് ഇങ്ങോട്ട് നൽകിയത്. ആ കാലഘട്ടമൊക്കെ മനസ്സിലോർക്കുമ്പോൾ ഇന്ന് കാണുന്ന ചെമ്പേരി, ആധുനിക ചെമ്പേരി എത്രയോ വ്യത്യസ്തമായിരിക്കുന്നു. എല്ലാവിധ ഡെവലപ്മെന്റും, ധാരാളം വാഹനങ്ങളും നല്ല വഴികളും നല്ല വീടുകളും ഉന്നത വിദ്യാഭ്യാസം കഴിച്ചിട്ടുള്ള അനേകം ചെറുപ്പക്കാരും അവരെല്ലാം വിവിധ രാജ്യങ്ങളിലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇവിടുത്തെ പ്രത്യേകതയായിട്ട് എടുത്തു കാണിക്കാനുള്ളത് ധാരാളം ദൈവവിളിയുള്ള ഒരു പാരമ്പര്യമുള്ള നല്ല ഇടവകയായിട്ട് ചെമ്പേരിയെ കണക്കാക്കാം. ഈ വർഷം ഇവിടെ ഒരു സമർപ്പിത സംഗമം നടത്തിയപ്പോൾ ഏകദേശം 200-ലധികം സമർപ്പിതർ ആ മീറ്റിംഗിൽ സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി. ചെമ്പേരിക്കാരായ 48 വൈദികര് ഓർഡിനേഷൻ സ്വീകരിച്ചവര് ഇടവക്കാരായിട്ടുണ്ട് എന്നുള്ള കാര്യം സന്തോഷത്തോടെ അറിയിക്കുകയാണ്. ഇപ്പോൾ ദൈവവിളി രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കാർഷിക മേഖലയിലും വ്യവസായ മേഖലകളിലുമെല്ലാം വ്യാപാരി വ്യവസായികളുടെ നേതൃത്വത്തിൽ അനേകം ഷോപ്പുകൾ ഇവിടെയുണ്ട്. നല്ലൊരു ചെറിയ ടൗണാണ്. എല്ലാ വികസനവും ഇവിടെയുണ്ട് എന്നുള്ള കാര്യം സന്തോഷത്തോടെ ഓർക്കുകയാണ്. പിന്നിട്ട വളർച്ചയുടെ പശ്ചാത്തലത്തിൽ ചെമ്പേരി ഫൊറോന ദേവാലയത്തിന് അയൽപ്രദേശങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു ഭൂവിഭാഗത്തിന്റെ ആധ്യാത്മിക നേതൃത്വം കൈവന്നിട്ടുണ്ട്. കുടിയേറ്റത്തിന്റെ ആദ്യ നാളുകളിൽ ഈ പ്രദേശത്തെ ദൈവജനം മുഴുവൻ തങ്ങളുടെ ആധ്യാത്മിക ആവശ്യങ്ങൾക്ക് ചെമ്പേരി പള്ളിയെ മാത്രമാണ് ആശ്രയിച്ചിരുന്നത്. ആ ഒത്തുചേരൽ ചെമ്പേരിയുടെ പുരോഗതിയിൽ ഗണ്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. കാലക്രമത്തിൽ അവരെല്ലാം തങ്ങളുടെ പ്രദേശങ്ങളിൽ പള്ളികളും ഇതര സ്ഥാപനങ്ങളും പടുത്തുയർത്തി. ഒരു കാലത്ത് 21 പള്ളികൾ വരെ ചെമ്പേരിയുടെ കീഴിലുണ്ടായിരുന്നു. എങ്കിലും ഇപ്പോഴും ചെമ്പേരി ഫൊറോനയുടെ കീഴിൽ 11 ദേവാലയങ്ങളുണ്ട്. കാക്കനാടൻ എന്ന പ്രസിദ്ധ നോവലിസ്റ്റ് ഒറോദ എന്നൊരു നോവൽ എഴുതിയിട്ടുണ്ട്. ഈ നോവലിന്റെ ഇതിവൃത്തം ചെമ്പേരിയെ കേന്ദ്രീകരിച്ചുള്ളതാണ്. അത് വായിച്ചാൽ ആ കാലഘട്ടത്തിലെ കുടിയേറ്റക്കാരുടെ ക്ലേശങ്ങളും യാതനകളും കഷ്ടപ്പാടുകളും നമുക്ക് നേരിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഈ ഒറോദ എന്ന നോവലിലൂടെ ചെമ്പേരി കേരളത്തിലെ എവിടെ ചെന്നാലും കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്നവർക്ക് ഒറോദ എന്ന പുസ്തകം പരിചയമുണ്ട്, ചെമ്പേരിയും പരിചയമുണ്ട്. അങ്ങനെ ചെമ്പേരി ചരിത്രം ഉറങ്ങുന്ന ഒരു കുടിയേറ്റ പ്രദേശമായിട്ട് നിലകൊള്ളുന്നു. ചരിത്രത്തെക്കുറിച്ചുള്ള അറിവ് യുവതലമുറയ്ക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ പൂർവികർ സഹിച്ച കഷ്ടപ്പാടുകളും സഹനവും പ്രതികൂല സാഹചര്യങ്ങൾക്കെതിരെ പോരാട്ടവും രോഗം, മരണം മുതലായ പ്രതിസന്ധിയിലേക്ക് തരണം ചെയ്ത വിധമൊക്കെ ഓർക്കുമ്പോൾ അവരെ ദൈവം പ്രത്യേകം കൈപിടിച്ച് നയിക്കുകയും